ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പേരന്റിനെയും കുട്ടി ഓഫീസിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുമെന്ന് സാക്ഷിയോട് പറഞ്ഞിട്ടാണ് സാർ പോയത്. ബാക്കി കുട്ടികളൊക്കെ പോയപ്പോഴും ജാഷു വരുമെന്ന പ്രതീക്ഷയിൽ അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് മടുക്കുന്നു. ഇനി അവൻ വരില്ലായിരിക്കുമെന്ന് കരുതി അവൾ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുന്നു. അവനും യാനിനെ പോലെ തന്നെയാണ്. എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൾ കാൽ തട്ടി താഴെ വീഴുന്നു. അപ്പോഴാണ് അവൻ അവളുടെ അടുത്തേക്ക് എത്തിയത്. അവളാണ് എന്ന് കണ്ട് അവൻ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അവൻ വന്നതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമായിരുന്നു അവൾ. എന്നാലും അത്രയും ലേറ്റായതിന്റെ പിണക്കവുമുണ്ട്. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായി, ഇനിയിപ്പോൾ വന്നിട്ട് എന്താണ് കാര്യം എന്നവൾ പറഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ് ടൈം അറിയില്ലായിരുന്നു. സാരമില്ല, നിനക്ക് പകരം സാറിന്റെ വഴക്ക് ഞാൻ കേട്ടോളാം എന്നവൻ പറഞ്ഞെങ്കിലും ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകാനായി മുന്നോട്ട് നടക്കുന്നു. അന്ന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. രാവിലെ അവൻ പറഞ്ഞ സമയത്ത് തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തി കാത്തു നിൽക്കുകയാണ് സാക്ഷി. പക്ഷേ അവൻ എത്തിയിട്ടില്ല. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അവൻ്റെ കോൾ വന്നത്. നീ ഉണർന്നോ എന്നാണ് അവൻ ആദ്യം ചോദിച്ചത്. നീ ഇങ്ങനെ ലേറ്റായാണ് ഓരോ സ്ഥലത്തും ചെല്ലുന്നതെങ്കിൽ നിനക്ക് ഒരിക്കലും ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ പോകുന്നില്ല എന്നവൾ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു. അപ്പോഴേക്കും ഒരു പാൽക്കുപ്പി അവളുടെ കവളിലേക്ക് തൊട്ടുകൊണ്ട് അവൻ അവളുടെ പുറകിലെത്തുന്നു. ഞാൻ എപ്പോഴേ വന്നതാണ്, നിനക്കിത് വാങ്ങാൻ വേണ്ടി പോയതാണ് എന്ന് അത് അവൾക്ക് നീട്ടിക്കൊണ്ട് അവൻ പറയുന്നു. അവളത് വാങ്ങിയപ്പോൾ എനിക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടില്ല എന്നൊക്കെ നീ ഇങ്ങനെ സിമ്പിളായി പറയില്ലേ, സത്യത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഷോപ്പിൻ്റെ അടുത്തേക്ക് അവളെയും കൊണ്ടുപോകുന്നു. അവിടെ ഇരുന്ന് എസ്സേ എഴുതാൻ പറഞ്ഞ് അവളുടെ ബുക്ക് തിരികെ നിൽക്കുന്നു. അവൾ അതിലെ പേജുകൾ ചെറുതായി മറിച്ച് നോക്കിയിട്ട് ഏതോ ഒരു പേജ് എടുത്ത് നോക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചിട്ട് അവൻ ഇത് വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നും മനസ്സിൽ വിചാരിക്കുന്നു. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു വന്നത്. അവൻ എഴുന്നേറ്റ് പോയി അവന് കഴിക്കാൻ എന്തോ ഓർഡർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൾ അവനെ നോക്കിയിരുന്ന് പണ്ടത്തെ കാര്യം ബാക്കി ഓർക്കുന്നു. സാറിനെ കാണേണ്ട എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അവൻ അവളുടെ ദേഷ്യം തണുപ്പിക്കുന്നതിനാൽ അവൾ അവനെയും കൂട്ടി ഓഫീസിലേക്ക് പോകാൻ തയ്യാറാക്കുന്നു. സാറിന്റെ മുന്നിൽ വെച്ച് മണ്ടത്തരമൊന്നും പറയരുത്, അദ്ദേഹം പറഞ്ഞത് വെറുതെ കേട്ടുകൊണ്ട് നിന്നാൽ മതി, സംശയമുണ്ടാക്കുന്ന രീതിയിൽ മറുപടി ഒന്നും നൽകരുത് എന്നൊക്കെ പോകുന്ന വഴി അവൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അവർ ചെല്ലുമ്പോൾ ഷെങ്ഷു അവിടെ നിൽപ്പുണ്ട്. അവളെ കണ്ടപ്പോഴേ അവൻ ചിരിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളുടെ ബ്രദറാണെന്ന് പറഞ്ഞ് അവൻ സാറിനെ പരിചയപ്പെടുത്തുന്നു. അമ്മയും അച്ഛനെ വരാതെ ബ്രദറിനെ കൂട്ടുകൾ വന്ന് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവളെന്തോ മറുപടി പറയാൻ തുടങ്ങിയെങ്കിലും അതിനനുവദിക്കാതെ അവൻ ഇടയ്ക്ക് കയറി അവർ രണ്ടുപേരും കൂടി വർക്ക് സൈറ്റിൽ പോയിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചതാണ്. അടുത്തിടയ്ക്ക് ഇവൾ വീട്ടിലിരുന്ന് ഹോംവർക്ക് ഒന്നും കൃത്യമായി ചെയ്യുന്നില്ല, അതുകൊണ്ട് അവളുടെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ അറിയാം എന്നുകൂടി കരുതി വന്നതാണെന്ന് അവൻ പറയുന്നു. അതോടെ സാറിന് അവനെ പൂർണ്ണ വിശ്വാസമാകുന്നുണ്ട്. അദ്ദേഹം അവനെ അദ്ദേഹത്തിന്റെ സീറ്റിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അക്കാഡമിക് പെർഫോമൻസിന്റെ ഡീറ്റെയിലൊക്കെ എടുത്ത് കാണിക്കുന്നു. പഠിത്തത്തിൽ അവൾ വളരെ മിടുക്കിയാണ്, പക്ഷെ അതിന്റെ കുറച്ച് അഹങ്കാരം അവൾക്കുണ്ട്. കുട്ടികൾക്ക് പഠനം മാത്രം പോരല്ലോ, അവരുടെ സ്വഭാവവും നന്നാകട്ടെ എന്നൊക്കെ അദ്ദേഹം അവളുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഷെങ്സു ഈ സമയം അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്റെ ചേട്ടന് നല്ല നീളമുണ്ടല്ലോ, നീ പിന്നെ എന്താണ് ഇത്ര ചെറുതായി പോയിട്ടെന്ന് ചോദിക്കുന്നു. അതിന് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് അവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. സാർ ഇതിലേക്ക് അവന് ഇരിക്കാൻ ചെയറൊക്കെ നൽകിയിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരുന്ന് പടം വരയ്ക്കുകയും വേറെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവന് ചിരി വരുന്നുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് അവൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ച് അവളെ അടുത്തേക്ക് വിളിച്ച് സാറിനോട് അങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ച് അവൾ വഴക്ക് പറയുന്നു. കഴിഞ്ഞ തവണ ഞാൻ വിളിച്ചപ്പോൾ വന്നത് നിങ്ങളുടെ അമ്മയായിരുന്നോ അച്ഛനായിരുന്നോ എന്ന് അദ്ദേഹം ഇതിനിടയിൽ ചോദിക്കുന്നു. പണി കിട്ടുമെന്ന് പഠിച്ച് രണ്ടുപേരും ഒന്ന് ഞെട്ടിയെങ്കിലും അപ്പോഴേക്കും അമ്മയാണ് വന്നതെന്ന് സാർ തന്നെ പറയുന്നു. അവൾക്ക് ആശ്വാസം നേരേണ്ടത് അപ്പോഴാണ്. സാർ അവളെക്കുറിച്ചുള്ള പരാതികൾ പറഞ്ഞെങ്കിലും പഠിത്തത്തിൽ അവൾ വളരെ മുന്നിലാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നുമുണ്ട്. ആ സമയത്തൊക്കെ അവളുടെ മുഖത്ത് അഭിമാനം നിറയുന്നത് കാണാം. പക്ഷെ അവൾ അങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ മാത്രം എടുക്കല്ല, സാർ അവളെ നന്നായി പഠിപ്പിക്കുന്നത് കൊണ്ടാണ്, അതിൽ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ സാറിനെ പുകഴ്ത്തുകയാണ് ചെയ്തത്. എന്തായാലും വാചകം അടിച്ചവൻ സാറിനെ കുപ്പിയിലാക്കുന്നുണ്ട്. മാത്രമല്ല പോകുന്നതിന് മുമ്പ് അവളെ കൊണ്ട് അദ്ദേഹത്തോട് ക്ഷമ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അന്നത്തെ മീറ്റിംഗ് സക്സസ്ഫുൾ ആയിരുന്നു. അവൾ ഇത്രയൊക്കെ ഓർത്തപ്പോഴേക്കും അവൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി അടുത്തേക്ക് വരുന്നു. എസ് എഴുതി കഴിയുമ്പോൾ കഴിക്കാനാണെന്ന് പറഞ്ഞ് അവൻ ഒരു ചെറിയ ഡെസേർട്ട് അവളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം അവൻ ബാഗിൽ നിന്നൊരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. അതേ ബുക്ക് തന്നെയാണ് തലേന്ന് രാത്രി അവൾ വായിച്ചു നോക്കിയത്. അവൻ നൽകിയ പാൽ അപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് കൂടുതൽ സമയം ഇരുന്നാൽ തണുത്തു പോകും എന്ന് പറഞ്ഞ് അവനത് പൊട്ടിക്കാൻ തുടങ്ങിയെങ്കിലും അവൾ പെട്ടെന്ന് പിടിച്ചു വാങ്ങി ബാഗിൽ വെക്കുന്നു. നീ ചെയ്യുന്നത് കണ്ടാൽ നിന്റെ ഫുഡ് ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചതുപോലെ ഉണ്ടല്ലോ എന്നവൻ തമാശയെ പറഞ്ഞിട്ടും അവൾ ഒന്നും മറുപടി നൽകുന്നില്ല. പിണക്കമായതുകൊണ്ടാണോ ഒന്നും പറയാത്തതെന്ന് അവൻ ചോദിച്ചപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണെന്ന് അവൾ പറയുന്നു. അവൻ പിന്നെയും ഒന്നും പറയാതെ ബുക്ക് വായിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവൻ്റെ നാട് എവിടെയാണെന്ന് അവൾ ചോദിച്ചത്. സ്ഥലം കേട്ട് കഴിഞ്ഞപ്പോൾ വെക്കേഷൻ അവിടേക്ക് പോകുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഇല്ല എന്നവൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം അവൾ തിരക്കുന്നു. അതറിഞ്ഞിട്ട് നിനക്കെന്തിനാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അവളെന്തോ പറയാൻ വന്നെങ്കിലും അവളോട് ഹോംവർക്ക് ചെയ്യാൻ അവൻ പറയുന്നതിനാൽ അവൾ അടങ്ങിയിരുന്ന് അത് എഴുതുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ അവൻ അവളെ സ്കൂളിന് മുന്നിൽ കൊണ്ടുവിടുന്നു. അവൾ അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് അവളുടെ ബാഗിലേക്ക് അവൻ്റെ പേപ്പർ വെക്കുന്നു. അതെന്താണെന്ന് അവൾ ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി നിന്റെ എസ്സേ ഞാൻ വായിച്ചിരുന്നു, അതിനുള്ള കോമ്പൻസേഷൻ ആണെന്ന് കരുതിയാൽ മതിയെന്ന് അവൻ പറയുന്നു. അവളുടെ വർക്ക് ബുക്ക് ആദ്യം കണ്ട സമയത്ത് അവൻ മാറ്റിവെച്ചെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് തുറന്നു നോക്കിയിരുന്നു. അതിലൊരു തെരുവുനായ എന്ന് പറഞ്ഞ് ഒരു എസ്സേ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു തെരുവുനായയെ കണ്ടപ്പോൾ ചേട്ടൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. അവർ തമ്മിൽ ശരിക്കും റിലേഷൻ ഉള്ളതുപോലെയാണ് തോന്നിയത്. അത് ചേട്ടൻ്റെ മകനായിരിക്കുമോ എന്നൊക്കെയാണ് അവൾ അതിൽ എഴുതി വെച്ചിരുന്നത്. രണ്ടുപേരുടെയും പടവും അവൾ അതിൽ വരച്ചിരുന്നു.
വായിച്ചിട്ട് അവന് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഞാനത് വെറുതെ ഒരു തമാശയ്ക്ക് എഴുതിയതാണ് എന്ന് അവൾ ചമ്മലോട് പറയുന്നു. അവൻ ചിരിച്ചുകൊണ്ട് ബൈ പറഞ്ഞു പോയ ശേഷം അവൻ ബാഗിൽ വെച്ച് പേപ്പർ എടുത്ത് നോക്കുന്നു. രാത്രി തന്നെ അവൻ പുതിയൊരു എസ്സേ അവൾക്ക് വേണ്ടി എഴുതിയിരുന്നു. ചേട്ടനെ റൂം മാറാൻ സഹായിച്ചതിനെക്കുറിച്ചായിരുന്നു അത്. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവളത് വായിക്കാനായി തുറന്നു നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവളുടെ പഴയ ഫ്രണ്ട് ഷെൻറോ അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അതുകൊണ്ട് അവൾ അത് പെട്ടെന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. എന്താണ് കയ്യിൽ നിന്ന് ഷെൻറോ ചോദിച്ചെങ്കിലും അവൾ കാണിക്കുന്നില്ല. അപ്പോഴാണ് അവരെ വഴി നടന്നുകൊണ്ട് 2 ബോയ്സ് അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്. അവരുടെ ഇടയിൽ നിന്നൊരു ഹീറോയെ പോലെ മുന്നോട്ട് വന്ന ഷെങ്സുവും ഡാൻസ് കളിക്കുന്നു. നിനക്ക് ഇങ്ങനെ വഴിയിൽ നിന്ന് ഡാൻസ് കളിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ച് സാങ്ഷി അവരോട് മതിയാക്കാൻ പറയുന്നു. ഞാൻ എന്തിനാണ് നാണിക്കുന്നത്? നിന്റെ ഒപ്പം ഈ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? ഇന്നത്തെ ഡാൻസ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ച് അവൻ വീണ്ടും അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ എടുക്കുന്നുണ്ട്. അവളത് ഇഷ്ടപ്പെടാത്തതുപോലെ മുന്നോട്ട് നടക്കുന്നു. അവൻ വേഗം ഓടി അവളുടെ മുന്നിൽ കയറി നിന്നിട്ട് അടുത്ത ആഴ്ച ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട്, എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നെങ്കിലും എൻ്റെ ബർത്ത്ഡേ ആണ്, നീ പാർട്ടിക്ക് വരുമോ എന്ന് അവൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വഴി കണ്ടെത്തി അവളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളാം എന്ന് ഷെൻറോ അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ ചെന്നിരുന്ന ഉടൻ സാങ്ഷി ജാഷു നൽകിയ പാലെടുത്ത് ഡെസ്കിന് മുകളിൽ വയ്ക്കുന്നു. അവളുടെ പുറകെ എത്തി ഷെൻറോ അത് കണ്ടപ്പോൾ നിനക്ക് പാൽ അലർജി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെനിക്ക് കുടിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അവളുടെ ചിരിയോടെ പറയുന്നു. സാർ വന്നു എന്ന് പറഞ്ഞ് അവളുടെ ശ്രദ്ധ മാറ്റുന്നുണ്ട്. വൈകിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോൾ പാൽ ആദ്യം അവൾ ഫ്രിഡ്ജിൽ വെക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അത് മുറിയിൽ ഒരിടത്ത് വെച്ച ശേഷമാണ് അവൻ നൽകിയ പേപ്പർ അവൾ വായിക്കാൻ തുടങ്ങിയത്. ചേട്ടനെ റൂം മാറാൻ സഹായിച്ചതിനെക്കുറിച്ച് അവൾ എഴുതുന്ന രീതിയിലുള്ളൊരു കുറിപ്പാണിത്. ആദ്യ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഇതുവരെ കൊച്ചുകുട്ടികൾ എഴുതുന്ന പോലെ ഉണ്ടല്ലോ എന്നവൾ പറയുന്നുമുണ്ട്. റൂമിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കാനായി ചേട്ടൻ്റെ റൂംമേറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടത്. ആദ്യം കണ്ടപ്പോൾ ആ ചേട്ടനെ കള്ളിയെന്ന് വിളിച്ചെങ്കിലും അത് തമാശയാണ് എന്നെനിക്കറിയാം എന്നൊക്കെ അവൾ എഴുതുന്ന പോലെ അവൻ അതിൽ എഴുതിയിരുന്നു. മാത്രമല്ല ഏറ്റവും അവസാനം ഒരു സ്പെഷ്യൽ നോട്ട് പോലെ വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടതിൽ ചേട്ടന് വളരെ സന്തോഷമുണ്ട് എന്ന് ആ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിലെഴുതിയിരുന്നു. തന്നെ വീണ്ടും കണ്ടതിൽ അവൻ്റെ സന്തോഷമാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി അവൾ ശരിക്കും ത്രില്ലടിക്കുന്നുണ്ട്. ആ പേപ്പർ അവൾ ഭംഗിയായി മടക്കി അവളുടെ ഒരു പൗച്ചിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം അവൻ നൽകിയ ഫോക്സ് ഡോൾ എടുത്ത് മുന്നിൽ വെച്ച് പടം വരയ്ക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവൾക്ക് കഴിക്കാൻ ഫ്രൂട്ട്സുമായി മുറിയിലേക്ക് വന്ന അമ്മ പാൽ അവിടെ ഇരിക്കുന്ന കണ്ട് നിനക്കിത് കുടിക്കാൻ പാടില്ല എന്നറിയില്ലേ എന്ന് ചോദിച്ച് അതെടുക്കാൻ തുടങ്ങിയെങ്കിലും ഞാനിത് കുടിക്കാൻ വാങ്ങിയതല്ല, കുപ്പി കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, അതൊന്ന് വരച്ചു നോക്കാൻ വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അത് പിടിച്ചു വാങ്ങുന്നു. വിശ്വാസം വരാതെ അമ്മ വീണ്ടും അതെടുക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ പാൽ കളഞ്ഞേക്കാമെന്ന് പറഞ്ഞ് അവൾ അതുകൊണ്ട് കളയുന്നുണ്ട്. ഓഫീസിൽ നിന്നെത്തിയ അച്ഛൻ അമ്മ അവിടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് കയറി വരുന്നു. അവളുടെ കൈവശം പാലുള്ള കാര്യം അമ്മ അച്ഛനോട് പറയുന്നു. ഈ വീക്കെൻഡിൽ ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് അമ്മ അവളോട് ചോദിക്കുന്നു. വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം എന്നവൾ പറഞ്ഞപ്പോൾ നിന്നെ തനിച്ചിവിടെ ഇരുന്നിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല, ഞാനോട് അന്ന് ഇവിടെ ഒന്ന് നിൽക്കാൻ പറയാം എന്ന് അമ്മ പറയുന്നു. അവനെ വിളിക്കണ്ട, ഞാൻ തനിച്ച് നിന്നോളാം എന്നവൾ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് അനുസരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. അതോടെ അവൾ നല്ല കുട്ടിയായി സമ്മതം പറയുന്നു. പക്ഷേ അവരോട് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞോളാം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവൾക്ക് തൃപ്തി തന്നില്ല. ഞാൻ സംസാരിച്ചോളാം എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് അവൾ സമ്മതിച്ചത്. അവർ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ജാഷുവിനെ ഓർത്തുകൊണ്ട് അവൾ ആ കാർട്ടൂൺ വരച്ച് പൂർത്തിയാക്കുന്നു. കുറുക്കൻ പാൽ കുടിക്കുന്നതും അവൾ എത്തി നോക്കുന്നതുമൊക്കെയായ ഒരു ചിത്രമാണ് അവൾ വരച്ചത്. വീക്കെൻഡിൽ അച്ഛനും അമ്മയും പുറത്തുപോയ ദിവസം അവളെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വീട്ടിലെത്തുന്നു. അകത്തേക്ക് കയറിയപ്പോൾ മുതൽ അവൻ അവളെ ഉറക്ക വിളിക്കുന്നുണ്ടെങ്കിലും മറുപടിയൊന്നും കിട്ടുന്നില്ല. അവൻ ആദ്യം അവളുടെ മുറിയിലും പിന്നെ അവൻ്റെ മുറിയിലും അവളെ തിരയുന്നു. അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് കുറച്ച് വെപ്രാളത്തോടെ അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. അവൻ താഴെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് നോക്കിയപ്പോഴാണ് അവൾ സോഫയുടെയും ടീപ്പോയുടെയും കൂടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കിടക്കുന്നത് കണ്ടത്. അവനെ പേടിപ്പിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം വിളി കേൾക്കാതിരുന്നതാണ്. അതിന് അവൻ അവളെ വഴക്ക് പറയുന്നു. കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവനോട് ഗസ്റ്റ് ചെയ്യാൻ അവൾ പറയുന്നു. അതുകൂടി കേട്ടപ്പോൾ അവന് ഒന്നുകൂടി ദേഷ്യം വരുന്നു. നിന്റെ ഈ പ്രായത്തിൽ അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫുഡ് ഉണ്ടാക്കണം, നിനക്കും ഫുഡ് ഉണ്ടാക്കി തരണം, ഇത്രയും വളർന്നിട്ടും നിനക്ക് നിന്റെ കാര്യമൊന്നും നോക്കാൻ വയ്യെന്ന് ചോദിച്ചുകൊണ്ട് അവൻ വഴക്ക് പറയുന്നു. ആ സമയവും ഈ സമയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് നിനക്ക് എനിക്കുള്ളതുപോലെ ഒരു ബ്രദർ ഇല്ലായിരുന്നു, എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഗോൾ അടിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ കോൾ വന്ന് അവൻ്റെ ശ്രദ്ധ മാറിയതുകൊണ്ട് അവൻ അവളെ വെറുതെ വിട്ടു. അവൻ്റെ ഏതോ റൂംമേറ്റ് ജോലി സ്ഥലത്തേക്ക് അവനെ പിക്ക് ചെയ്യാൻ ചെല്ലാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത്. അരമണിക്കൂറിലെത്താം, നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കുന്നു. സംസാരിക്കുന്ന കേട്ടപ്പോൾ ജാഷു ആയിരിക്കും വിളിക്കുന്നതെന്ന് അവൾ കരുതുന്നു. ആർക്കൊപ്പമാണ് കഴിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നുമില്ല. ആർക്കൊപ്പമായാലും നിനക്ക് എന്താണ് പ്രശ്നം, നീ എൻ്റെ കൂടെ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്, ഞാൻ തനിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുന്നു. അവൾ വേഗം ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. ഉടനെ അവൾ അച്ഛനെ വിളിക്കുന്ന പോലെ കാണിക്കുന്നു. അപ്പോഴും അവൻ മൈൻഡ് ചെയ്യാതെ ഡോർ അടച്ച് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവൾ സോറി പറയുന്നുണ്ട്. അങ്ങനെ മര്യാദയ്ക്ക് വഴിക്ക് വരാൻ പറഞ്ഞ് അവൻ തിരിച്ചു വരുന്നു. 2 മിനിറ്റുള്ളിൽ റെഡിയായി ഇറങ്ങണമെന്നും അവളോട് പറയുന്നു. അതെന്തായാലും നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അവൻ 3 മിനിറ്റ് പറയുന്നു. അപ്പോഴും അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. അവസാനം അരമണിക്കൂറുള്ളിൽ റെഡിയായി വരാൻ അവൾ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവൾ എഴുന്നേറ്റ് റെഡിയാക്കാനായി പോകുന്നു. ജാഷുവിനെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് സാക്ഷി ചേട്ടൻ്റെ കൂടെ പുറത്ത് പോയത്. പക്ഷെ അവൻ പിക്ക് ചെയ്യാൻ പോയ റൂംമേറ്റ് ജാഷു ആയിരുന്നില്ല, ഫെയ് ആയിരുന്നു അത് എന്നറിഞ്ഞതോടെ അവൾ ആകെ മൂഡ് ഓഫ് ആയി ആണ് വണ്ടിയിലിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർ ജാഷുവിനെ കൂടി പിക്ക് ചെയ്യുന്നുണ്ട്. അതോടെ അവൾ ഹാപ്പിയാകുന്നു. അവർ ചെല്ലുമ്പോൾ അവൻ അവിടെ കുത്തിയിരുന്ന് ഉറങ്ങുകയാണ്. വണ്ടിയിലേക്ക് കയറി ഉടനെ തന്നെ നല്ല ക്ഷീണമുള്ളതുപോലെ ഫ്രണ്ടിൻ്റെ മടിയിലേക്ക് കിടക്കുകയും ചെയ്യുന്നു. അവൻ്റെ ക്ഷീണം കണ്ട് ഒട്ടും സമയമില്ലാതെ ഇങ്ങനെ ടൈം ഷെഡ്യൂളിൽ ഓടുന്ന ഒരാളെ ഞാൻ ബുദ്ധിമുട്ടിച്ച് ശരിയായില്ല എന്ന് അവൾക്ക് കുറ്റബോധം തോന്നുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇടം കണ്ടിട്ട് അവനെ നോക്കുന്നത് അവൻ കാണുന്നു. അവൻ കണ്ടതും അവൾ മുഖം തിരിക്കുന്നുണ്ട്.
ഞാൻ വണ്ടിയിൽ കയറിയിട്ട് നീ എന്താണ് എന്നെ വിഷ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ച് അവൻ എഴുന്നേൽക്കുന്നു. ആദ്യം ഒന്നും മിണ്ടിയില്ലെങ്കിലും പിന്നെ അവൾ ജസ്റ്റ് ഹായ് പറയുന്നു. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഞാൻ സുന്ദരനാണെന്ന് പറയുന്നില്ല എന്നവൻ ചോദിക്കുന്നു. നീ എത്ര സുന്ദരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നു. സുന്ദരനല്ലേ, എങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോൾ നിന്റെ മുഖം എന്താണ് ചുവന്ന് തൊടുത്തത് എന്നവൻ ചോദിക്കുന്നു. അവൻ ഡയറക്റ്റ് അങ്ങ് ചോദിക്കും എന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചതല്ല. എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ ആകെ ചമ്മിയിരിക്കുകയാണ്. നിനക്ക് എല്ലാവരോടും ഇത് തന്നെ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ച് ചേട്ടനും ഫെയും കൂടി ഇടപെടുന്നതിനാൽ അവളുടെ ചമ്മലാരും കാണുന്നില്ല. ഇവൻ ആളത്ര ഡീസൻ്റ് ഒന്നുമല്ല എന്ന് ചേട്ടനും ഫെയും അവളോട് പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് എന്ന് അവളും പറയുന്നു. അത് ശരി, ഞാൻ ആൾ ശരിയല്ല നീയും പറയുകയാണോ? അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഗ്ലാസ്സിലേക്ക് ചരിയിരിക്കുന്നു. സാക്ഷി അവളുടെ സൈഡ് ഗ്ലാസ്സിലൂടെ അവനറിയാതെ അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തിൻ്റെ അടുത്തെത്തി വണ്ടി നിർത്തിയപ്പോൾ എന്തോ സംഭവിച്ചതുപോലെ ഞാൻ കുറച്ച് സമയം കൂടി വണ്ടിയിൽ ഇരുന്നോട്ടെ എന്ന് അവൾ ചേട്ടനോട് ചോദിക്കുന്നു. പക്ഷേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, വേഗം പുറത്തിറങ്ങിയില്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവൻ അവളെ പുറത്തിറങ്ങാൻ നിർബന്ധിക്കുന്നു. ഇതിനുള്ളിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ച് അവൾ പിന്നെ നിർബന്ധം പിടിച്ചെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അവസാനം അവർക്കൊപ്പം ഇറങ്ങേണ്ടി വരുന്നു. അവനോടുള്ള ദേഷ്യം കാണിക്കാൻ അവൾ ഡോർ വലിച്ചടയ്ക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യാതെ അവൻ വണ്ടി പാർക്ക് ചെയ്യാനായി പോകുന്നു. അവളുടെ നടപ്പുകൊണ്ടപ്പോൾ എന്താ പ്രശ്നമുണ്ടെന്ന് ജാഷുവിന് തോന്നിനാൽ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് സുഖമില്ലെന്ന് ചോദിക്കുന്നു. അത്യാവശ്യമായി ടോയ്ലറ്റിൽ പോകണമെന്ന് അവൾ പറഞ്ഞപ്പോൾ വയറുവേദനയാണോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിന് മറുപടി ഒന്നും നൽകുന്നില്ല. അവൻ ഫെയ്യോട് അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് അവൾക്കൊപ്പം ടോയ്ലറ്റ് അന്വേഷിച്ച് പോകാൻ തയ്യാറാകുന്നു. ഞാൻ തനിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നിന്നപ്പോഴാണ് അവളുടെ ഡ്രസ്സിൻ്റെ പുറകിൽ അഴുക്ക് പറ്റിയിരിക്കുന്നത് അവൻ കണ്ടത്. അവൾക്ക് പീരീഡ്സ് ആയതാണെന്ന് മനസ്സിലായ അവൻ മറ്റാരും അത് കാണാതിരിക്കാൻ വേണ്ടി അവളുടെ പുറകിൽ ചെന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നു. ടോയ്ലറ്റിന് മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവളുടെ കൈവശം ടിഷ്യൂ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇല്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ വാങ്ങി വരാം, അതുവരെ അകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവൻ അവളെ അകത്തേക്ക് വിട്ടിട്ട് അടുത്തുള്ള ഷോപ്പിലേക്ക് പോകുന്നു. അകത്ത് ചെന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നിടയിലാണ് ഡ്രസ്സിൽ അഴുക്ക് പറ്റിയത് അവൾ കണ്ടത്. അവനത് കണ്ടു കാണും എന്ന് മനസ്സിലായ അവൾക്ക് ആകെ നാണക്കേട് ഫീൽ ചെയ്യുന്നു. ജാഷു ഈ സമയം ഷോപ്പിലെത്തിയിരുന്നു. പക്ഷെ തനിച്ച് നാപ്കിൻ വാങ്ങാനുള്ള ചമ്മൽ കൊണ്ട് അവൻ യാനിനെ വിളിച്ച് വിവരം പറയുന്നു. സാക്ഷിക്ക് സുഖമില്ല എന്നാണ് ജാഷു പറഞ്ഞത്. അപ്പോൾ തന്നെ യാനിന് കാര്യം മനസ്സിലായെങ്കിലും നീ തന്നെ നാപ്കിൻ വാങ്ങിക്കൊടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഇതുവരെ എനിക്കത് വാങ്ങേണ്ട സിറ്റുവേഷൻ വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ വെക്കാൻ നോക്കുന്നു. അവൾ നിന്റെ സിസ്റ്ററാണോ അതോ എൻ്റെ സിസ്റ്ററാണോ? വെറുതെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം വീടുള്ള സൂപ്പർ മാർക്കറ്റിൽ വരാൻ പറഞ്ഞ് ജാഷു ഫോൺ വയ്ക്കുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി നാപ്കിൻസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നു. രണ്ടുപേർക്കും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ. അതിൻ്റെ ചമ്മൽ നന്നായിട്ടുണ്ട്. ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ എന്ന മട്ടിൽ രണ്ടുപേരും മാറി നിൽക്കും. ആരുമില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പോയി നിന്ന് പാക്കറ്റിന് പുറത്ത് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഉറക്കെ വായിക്കാൻ തുടങ്ങുന്നു. ജാഷു ഓടിച്ചെന്ന് അവനെ തടയുന്നുണ്ട്. പല കമ്പനിയുടെ ഐറ്റംസ് ഇരിക്കുന്നതിനാൽ ഏത് വാങ്ങണമെന്നറിയാതെ അവർ ആകെ കൺഫ്യൂഷനാകുന്നു. അവസാനം ഓക്കെ ആണെന്ന് തോന്നി രണ്ടെണ്ണം എടുത്തുകൊണ്ട് ബില്ലിടിക്കാനായി നടന്നപ്പോഴാണ് ഒരു സ്കേർട്ട് കൂടി വാങ്ങാം എന്ന് ജാഷു പറഞ്ഞത്. ഡ്രസ്സിലുമായോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അവൻ ലൈറ്റ് കളർ സ്കേർട്ട് എടുത്തപ്പോൾ അവൾ ഡാർക്ക് കളർ സ്കേർട്ടാണ് ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞ് ജാഷു അവനെ തടഞ്ഞിട്ട് ബ്ലാക്ക് കളർ സ്കേർട്ട് സെലക്ട് ചെയ്യുന്നു. സാക്ഷി ഈ സമയം അവൻ കണ്ടതിനെക്കുറിച്ച് ചിന്തിച്ച് കരച്ചിലിൻ്റെ വക്കലെത്തിയിരുന്നു. ഒരു ടോയ്ലറ്റിനുള്ളിൽ കയറി ഇരിക്കുകയാണ് അവൾ. അപ്പോഴാണ് ആരോ ഡോറിൽ വന്ന് മുട്ടിയിട്ട് ഇതിനുള്ളിൽ സാക്ഷിയാണോ എന്ന് ചോദിച്ചത്. അവൾ അതേന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഒരാൾ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് എന്നവർ പറയുന്നു. അവൾ വാതിൽ തുറന്നപ്പോൾ ഒരു കവർ അവളെ ഏൽപ്പിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല, പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ സംഭവിക്കാറുള്ളതാണ് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ടാണ് അവർ പോയത്. കൊടുത്തുവിട്ട സാധനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും എന്നവൾ വിഷമത്തോടെ ചിന്തിക്കുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം മടിച്ചാണ് അവൾ പുറത്തേക്ക് ചെന്നത്. പുറത്ത് നിൽക്കുന്ന ഞാനെ കണ്ടപ്പോൾ ആകെ നാണക്കേടായി എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവൻ അവളെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. റെസ്റ്റോറൻറ്റിൽ ഇരിപ്പുണ്ടായ ജാഷുവിനെ കണ്ടപ്പോൾ അവൾക്ക് ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അവൾ ക്ലോ മെഷീനിൽ കളിക്കാനായി പോയി, അതുകൊണ്ടാണ് ലേറ്റായത്. പ്രൈസ് കിട്ടാത്തതുകൊണ്ട് കരയുകയും ചെയ്തുവെന്ന് ഇത്ര ലേറ്റായത് എന്താണെന്ന് ചോദിച്ച ഫെയ്യോട് ഞാൻ പറയുന്നു. അവർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജാഷു അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഫെയ് അവൾക്കൊരു മെനു കാർഡ് നൽകിയിട്ട് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാൻ പറയുന്നു. അവൾ ബീഫ് കൊണ്ടുണ്ടാക്കിയ ഒരു ഐറ്റം മാർക്ക് ചെയ്തെന്ന് കണ്ട് വെറുതെ റിസ്ക് എടുക്കേണ്ട, നിനക്ക് ബീഫ് അലർജി ആണെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് വാണിംഗ് കൊടുക്കുന്നു. അത് കേട്ടുകൊണ്ടാണ് ജാഷു തിരികെ എത്തിയത്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം അവൾക്ക് മുന്നിൽ വെച്ചിട്ട് കുടിക്കാൻ അവൻ പറയുന്നു. അവൻ്റെ കെയറിങ് അവളെ ശരിക്കും ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അവൾ അതെടുത്ത് കുടിക്കുന്നു. ഞാൻ ഫെയ്യുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ സാക്ഷി മുന്നിലെ പാത്രത്തിലുണ്ടായിരുന്ന ബീഫ് കഴിക്കാമെന്ന് ട്രൈ ചെയ്തെങ്കിലും കാര്യം മനസ്സിലായി ജാഷു അവളെ തടഞ്ഞിട്ട് അതിൽ നിന്ന് ബീഫ് മുഴുവൻ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാൻ തുടങ്ങുന്നു. ഇവൻ എന്ത് പണിയാണ് ഈ കാണിക്കുന്നതെന്ന് ചിന്തിച്ച് അവൾ അതിലേക്ക് നോക്കിയിരിക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അവൾക്ക് നാപ്കിനും സ്കർട്ടും ഒക്കെ വാങ്ങിക്കൊണ്ട് രണ്ട് ചേട്ടന്മാരും കൂടി ടോയ്ലറ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്താണ് ആ ലേഡി അതുവഴി വന്നതും അവർ വിവരം പറഞ്ഞ് സാധനങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് വിട്ടതും. അവർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ജാഷു പോകാൻ തുടങ്ങുന്നു. നീ ഇവിടെ നിന്നാൽ എന്തൊരു കുഴപ്പം, എൻ്റെ സിസ്റ്റർ നിൻ്റെ സിസ്റ്റർ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് ബോധമില്ലേ, അവൾക്കിപ്പോൾ എന്നെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഞാനിവിടെ നിന്നാൽ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിക്കും എന്നാണ് പറയുന്നു. ഞാൻ അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഫേസ് ചോദിക്കുകയാണെങ്കിൽ പറയാൻ ഒരു എക്സ്ക്യൂസും കൂടി കണ്ടുവച്ചേക്കണം എന്നും ജാഷു ഓർമ്മിപ്പിക്കുന്നു. ക്ലോ മെഷീനിൽ കളിക്കാൻ പോയി എന്ന് എക്സ്ക്യൂസ് പറയാം എന്ന് അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. അതിനുശേഷം ജാഷു അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.